നമ്മുടെ നീറ്റ് എക്സാമിന് നമ്മുടെ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് അലൂമിനിയം ഈസ് 36 ഫെർമി, ദ അപ്രോക്സിമേറ്റ് ന്യൂക്ലിയർ റേഡിയസ് ഓഫ് Cu64 in Fermi is എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ആണ് R is equal to R0 a raised to 1/3. R is equal to R0 a raised to 1/3 ആണ് റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ അല്ലേ? ദാറ്റ് ഈസ് R proportional to a raised to 1/3. R proportional to a raised to 1/3. സോ നമുക്ക് എന്ത് എഴുതാം? റേഡിയസ് ഓഫ് അലൂമിനിയം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് Cu copper equal to mass number of aluminium by mass number of aluminium divided by mass number of copper whole raised to 1/3 അല്ലേ? അപ്പൊ റേഡിയസ് ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? റേഡിയസ് ഓഫ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ഇത് ന്യൂക്ലിയർ റേഡിയസ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് 3.6 ആണ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കോപ്പർ വിച്ച് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ ഓഫ് അലൂമിനിയം. മാസ് നമ്പർ ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് 27 ആണ് ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 64 ആണ് അല്ലെ? 64 ആണ് ഹോൾ റേസ് ടു 1/3 അല്ലെ? അപ്പൊ 3.6 divided by radius of copper. ഇനി നമുക്ക് ഇവനെ എങ്ങനെ മാറ്റി എഴുതാം? 27/64 ആണ് അല്ലേ? ഇപ്പൊ 27/64 ആകുമ്പോൾ നമുക്ക് 27നെ 3 ക്യൂബ് എന്ന് എഴുതാം, 64നെ ഞാൻ 4 ക്യൂബ് എന്ന് എഴുതാണ് ഹോൾ റേസ് ടു 1/3. അപ്പോൾ 3.6 ബൈ റേഡിയസ് ഓഫ് കോപ്പർ വിച്ച് ഇസ് ഈക്വൽ ടു 3 ക്യൂബ് ഹോൾ റേസ് ടു 1/3. നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ 4 ക്യൂബ് ഹോൾ റേസ് ടു 1/3 അഗെയിൻ 4 എന്ന് കിട്ടും അല്ലേ? അപ്പൊ റേഡിയസ് ഓഫ് കോപ്പർ എന്താ വരിക? 4/3 ഇൻറ്റു 3.6. അപ്പൊ 36 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 14.4 അല്ലേ? 14.4/3 ഓൾമോസ്റ്റ് 4.8 വരും. കാരണം 4 into 3 12 ആണ്. സോ 4.8 ആയിരിക്കും വരിക. നമ്മുടെ റേഡിയസ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 4.8 ആണ് വരിക. കാരണം എന്തായാലും 3.6 വരില്ല എന്ന് ഉറപ്പാണ് അല്ലേ? അപ്പോൾ 4.28 ആണ് വരിക. കാരണം വാല്യൂ എന്ന് പറയുന്നത് 14.4 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും അല്ലേ? 14.4 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എന്തായാലും 4ന് മുകളിലോട്ടുള്ള വാല്യൂസ് അല്ലേ വരുള്ളൂ. ദാറ്റ് ഈസ് അത് എത്രയേ ഉള്ളൂ? 4.8 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ 2 protons, 2 neutrons and between proton and neutron is denoted by FPP, FNN, FPN respectively. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ്. FNN എഴുതാണ് ഞാൻ ന്യൂക്ലിയർ ഫോഴ്സിനെ, വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ്. ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ് ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിന്റെ ആയാലും ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെ ഇടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് ആയാലും അവരെന്താണ്? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാം? FPP is equal to FNN is equal to FPN ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Radioactive material A has decay constant 8 lambda and material B has decay constant lambda. Initially they have same number of nuclei. Initially രണ്ടു പേർക്കും
എൻഎയുടെ ഡി കെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 8 ലാംഡയാണ്, എൻ ബിയുടെ ഡി കെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ലാംഡയാണ്. ഇനീഷ്യലി രണ്ട് പേർക്കും N0 നമ്പർ ഓഫ് ന്യൂക്ലിയ ആണുള്ളത്. ആഫ്റ്റർ വാട്ട് ടൈം ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ന്യൂക്ലിയ ഓഫ് മെറ്റീരിയൽ ബി ടു എ ദാറ്റ് വിൽ ബി 1/E. അതായത് നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയ 1/E ആവുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയയുടെ ഇക്വേഷൻ ആണ് ഇപ്പൊ എൻഎയുടെ ടേംസിൽ എഴുതാം. ദാറ്റ് ഈസ് N is equal to N0 e raised to minus lambda t. That is Na is equal to N0 e raised to minus lambda t. NB by Na ratio ആണ് നമുക്ക് വേണ്ടത് അല്ലേ? NB by Na ratio ആണ് വേണ്ടത്. After what time material B to that of A. അപ്പം NB by Na is equal to N0 e raised to lambda t divided by N0 e raised to minus N0 e raised to minus 8 lambda t. Okay, N0 e raised to minus 8 lambda t. This 1/E is equal to N0 cancel ആയി e raised to 7 lambda t അല്ലേ? e raised to minus lambda t plus e raised to 8 lambda t ആണ് വരിക. That is e raised to 7 lambda t. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 is equal to നമ്മൾ 1 is equal to അല്ലെങ്കിൽ 7 lambda t is equal to 1 ആണ് അല്ലേ? 7 lambda t is equal to നമ്മൾ എക്സ്പോണൻഷ്യൽ കളയാനായിട്ട് നമ്മൾ രണ്ട് സൈഡിലും ലോഗ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 is equal to 7 lambda t. അപ്പോൾ t is equal to 1/7 lambda. t is equal to 1/7 lambda. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ is the right answer. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ന്യൂക്ലിയ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ കയ്യിലുള്ളത് നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയ ആയിരിക്കും കേട്ടോ. നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയ ആണ്. ഇനി നമ്പർ ഓഫ് ഡീക്കേഡ് ന്യൂക്ലിയ ആണ് നമ്മളടുത്ത് കാണാൻ പറഞ്ഞിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയയിൽ നിന്നും നമുക്ക് കിട്ടിയ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യണം. റെഡി? അങ്ങനെയാണെങ്കിൽ ഇൻ ദ ന്യൂക്ലിയർ ഡീകേ ഗിവൺ ബിലോ നമുക്കൊരു ന്യൂക്ലിയർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. The particles emitted in the sequence are എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, XAZ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ അറ്റോമിക് നമ്പർ ഒന്ന് കൂടിയിട്ടുണ്ട്, മാസ് നമ്പറിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അത് എന്ത് ഡി കെ ആണ്? ബീറ്റ മൈനസ് ഡി കെ ആണ് അല്ലേ? ദാറ്റ് ഈസ് ബീറ്റ മൈനസ് ഡി കെ. മാസ് നമ്പറിൽ വ്യത്യാസം ഇല്ല, പക്ഷെ അറ്റോമിക് നമ്പർ ഒന്ന് കൂടി. ദാറ്റ് ഈസ് ബീറ്റ മൈനസ് ഡി കെ. ഇവിടെ നോക്കിക്കേ, സെറ്റ് പ്ലസ് 1 എന്ന് പറയുന്നത് സെറ്റ് മൈനസ് 1 ആയി. അപ്പോൾ സെറ്റ് പ്ലസ് 1 സെറ്റ് മൈനസ് 1 ആകണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? സെറ്റ് പ്ലസ് 1 മൈനസ് 2 നടക്കണം അല്ലേ? ദാറ്റ് ഈസ് സെറ്റ് പ്ലസ് 1 മൈനസ് 2 നടക്കണം. എന്ന് പറയുന്നത് A-4 ആയി. അപ്പോൾ അറ്റോമിക് നമ്പർ 2 കുറഞ്ഞു, മാസ് നമ്പർ 4 കുറഞ്ഞു. ദാറ്റ് ഈസ് ആൽഫ ഡി കെ. അപ്പോൾ ബീറ്റ ഡി കെ ആയി, ആൽഫ ഡി കെ ആയി. ഇവിടെ അറ്റോമിക് നമ്പറിലും മാസ് നമ്പറിലും യാതൊരു വ്യത്യാസവും ഇല്ല. ദാറ്റ് ഈസ് ഗാമ ഡി കെ. അപ്പോൾ എന്തൊക്കെയാണ്? ബീറ്റ ഡി കെ, ആൽഫ ഡി കെ, ദെൻ ഗാമ ഡി കെ. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ന്യൂക്ലിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ന്യൂക്ലിയ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ സെഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്.